വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 21 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ക്ലേശങ്ങളുടെ ആരംഭം. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദേക്ഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഉത്തമ ബോധ്യങ്ങളുടേതായിട്ടുള്ള ജീവിതം ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തും. യേശു തന്റെ അനുയായികളുടെ ജീവിതത്തിൽ ചഞ്ചല മനസ്കരായിട്ട് പ്രവർത്തിക്കുന്നവരാകുക എന്നതല്ല പ്രതീക്ഷിക്കുന്നത്. കേട്ടുകേൾവിയുടെയും കിംവദന്തികളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജനതയല്ല യേശു പ്രതീക്ഷിക്കുന്നത്. യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് തന്റെ അനുയായികൾ ലഭ്യമാകാവുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ട ബോധ്യങ്ങൾക്കനുസരിച്ച് ആയിരിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. ഈ ബോധ്യങ്ങൾ ഉത്തമ ബോധ്യത്തിന്റെ തലത്തില് ഉള്ളതായി തീരാൻ വേണ്ടി യേശു ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമാക്കുകയാണ്, നിങ്ങൾക്കായി ഞാൻ എന്റെ അരൂപിയെ ഞാൻ നൽകും. ഈ അരൂപിയുടെ പ്രചോദനമനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങൾ രൂപപ്പെടുത്തിയാൽ ആ ബോധ്യങ്ങൾ ഉത്തമ ബോധ്യങ്ങൾ എന്ന രീതിയിലേക്ക് മാറും. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഈ അരൂപിയോട് ഒരു തുറന്ന മനസ്ഥിതിയും ആത്മാർത്ഥതയും പുലർത്തിക്കൊണ്ട് അരൂപിയുടെ നിയന്ത്രണത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുക എന്നുള്ള ആ ദൗത്യമാണ്. ഇങ്ങനെ നിങ്ങൾ ഉത്തമ ബോധ്യത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ഇടവരുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നായി നിന്ന് നിങ്ങൾക്കെതിരായിട്ട് നിന്നാലും യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരിക്കും, നിങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പും വാഗ്ദാനവുമാണ് യേശു അതിശക്തമായ രീതിയിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ തന്റെ അനുയായികൾക്കായിട്ട് നൽകുന്നത് എന്ന് വേണം നാം ധരിക്കാൻ.